ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽസ് പിക്ചേഴ്സ് അഥവാ ബഹുപദ ചിത്രങ്ങൾ. നാം ഇതിനു മുമ്പ് പോളിനോമിയൽ എന്നൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ? അതിൽ നമുക്കൊരു പോളിനോമിയലിനെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി, അതായത് ഒന്നാം കൃതി രണ്ടാം കൃതി മൂന്നാം കൃതി എന്നൊക്കെ തരം തിരിക്കുക എന്ന് അത് എങ്ങനെയാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ 2x + 1 ഇതൊരു പോളിനോമിയൽ. ഈ പോളിനോമിയൽ ഏത് കൃതിയിലുള്ള അല്ലെങ്കിൽ ഏത് ഡിഗ്രിയുള്ള പോളിനോമിയലാണ്? നമുക്കറിയാം ഇതിന്റെ എക്സിന് അല്ലെ ഏറ്റവും വലിയ കൃത്യങ്ക എത്രയാണ്? 1 അല്ലെ? അപ്പൊ ഇത് ഒരു ഒന്നാം, അതായത് ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ. ഇനി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x² + 4x - 2. ഇത് നമുക്കറിയാം ഒരു രണ്ടാം കൃതിയിലുള്ള അഥവാ സെക്കൻഡ് ഡിഗ്രിയിലുള്ള പോളിനോമിയലാണ് അല്ലേ? അതങ്ങനെ നമുക്ക് മനസ്സിലായി. ഇതിന് നോക്കിയാൽ എക്സിന് ഏറ്റവും വലുത് ഏതാണ്? 2 ആണ് അല്ലേ? എക്സിന്റെ കൃത്യങ്കം ഏറ്റവും വലുത് 2 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും രണ്ടാം കൃതി പോളിനോമിയൽ എന്ന് പറയും. ഇനി മറ്റൊരു പോളിനോമിയൽ നോക്കിയാൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണെങ്കിലോ ഇത് ഏത് കൃതിയാണെന്ന് പറഞ്ഞേ? 2x². ഇത് ഏത് ഡിഗ്രിയുള്ള പോളിനോമിയലാണ്? നമുക്കറിയാം. ഇവിടെ നോക്കിയാൽ ഇത്രയും ഭാഗങ്ങൾ ഇല്ലെങ്കിലും അത് പോളിനോമിയൽ തന്നെയാണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ 2x² അല്ലെ 2. അപ്പൊ ഇവിടെ ഏതാണ്? ഇത് രണ്ടാം കൃതി പോളിനോമിയൽ തന്നെയാണ്, സെക്കൻഡ് ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഒരു പോളിനോമിയലിനെ, ആ പോളിനോമിയലിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കാം, അതുപോലെ തന്നെ നേരെ തിരിച്ചും നമുക്ക് ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പിലുള്ള പോളിനോമിയലാണ്, അതായത് ഇപ്പോൾ ഒന്നാം കൃതിയാണോ രണ്ടാം കൃതിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ പോളിനോമിയൽ ഏതാണ് ആ പോളിനോമിയൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും വളരെ ഈസിയായ ഒരു ചാപ്റ്ററാണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ആദ്യത്തെ പോളിനോമിയൽ തന്നെ എടുക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 1. P of x is equal to 2x + 1. ഇനി നമുക്ക് P of x, P of 0 കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യും. നമുക്കറിയാം, നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? 2 × 0 + 1, അതായത് 2 × 0 0 0 + 1 നിന്ന് 1. നമുക്ക് P of 1 സീക്വൽ എന്ത് വരും? 2 × 1 + 1 അല്ലേ? അപ്പൊ 2 × 1 2, 2 + 1 3. ഇനി P of 2 സീക്വൽ ടു 2 × 2 + 1, 2 × 2 4, 4 + 1 5. ഇനി P of 3 സീക്വൽ ടു 2 × 3 + 1, അപ്പൊ 2 × 3 6, 6 + 1 7. അപ്പൊ ഇതൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇനി നമുക്ക് നോക്കിയേ, നാം കൊടുത്ത വില അത് 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയ വില എത്രയാണ്? 1 3 5 7. ഇത് നമുക്കൊരു ടേബിളിൽ ഒന്ന് വരയ്ക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ P of x ഈസ് ഈക്വൽ ടു 2x + 1 അല്ലെ? അതിൽ നമ്മൾ എക്സിന് എന്ത് കൊടുത്തു? 0 കൊടുത്തു. 0 കൊടുത്തപ്പോൾ നമുക്ക് P of x എത്ര കിട്ടി? 1 കിട്ടി അല്ലെ? പിന്നെ 1 കൊടുത്തപ്പോൾ 3 കിട്ടി. ഇനി 2 വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? P of x 5 കിട്ടി. ഇനി നമ്മൾ 3 കൊടുത്തപ്പോഴോ P of x എത്ര കിട്ടി? 7 കിട്ടി അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങനെ വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ നോക്കിയാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചല്ല, ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്ത് വേണം? അതിനെ ഈക്വൽ ഭാഗങ്ങളാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ തുല്യ ഭാഗങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ തുല്യ അകലത്തിൽ നാം കൊടുത്ത വില 0 1 2 3 അല്ലെ? അത് നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്താം. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതിയത് എന്താണ്? ഈ എക്സിന് കൊടുത്ത വാല്യൂകൾ അല്ലെ? 0 1 2 3 എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് വേണം? നമുക്ക് നോക്കിയാൽ 0 കൊടുത്തപ്പോൾ നമുക്ക് 1 ആണ് വാല്യൂ കിട്ടിയത് അല്ലെ? P of x 1 കിട്ടി. അപ്പൊ നാം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ലംബമായിട്ട് നാം ഇവിടെ എത്ര അകലെയാണ് എടുത്തത്? ഇവിടെ നമ്മളിപ്പോൾ 1 സെന്റിമീറ്റർ ആണ് എടുത്തത് അല്ലെ? അപ്പൊ നമ്മൾ 1 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യാം? ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം. അപ്പൊ ഇവിടെ നമുക്കിങ്ങനെ ലംബമായിട്ടൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനിവിടെ ഇതേ അകലത്തിൽ ഇങ്ങോട്ട് അല്ലെ, നമുക്ക് 1 ആണ്, അതുകൊണ്ട് 1 സെന്റിമീറ്റർ ഞാൻ ഇങ്ങോട്ട് ഒരു ലംബമായ ലൈൻ വരച്ചു. ഇനി നാം അടുത്ത വാല്യൂ ഏതാ കൊടുത്തത്? 1 കൊടുത്തു അല്ലേ? അപ്പോൾ 1 എത്രയാണ്? 1 നമുക്ക് P of x 3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? 3 സെന്റിമീറ്റർ അല്ലേ? ആ 3 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങനെ വിട്ടു ലൈൻ വരയ്ക്കാം. ക്ലിയർ ആയില്ലേ?
ഇനി നമ്മൾ അടുത്ത് നോക്കിയാൽ രണ്ടിന് നമുക്ക് എത്രയാണ് കിട്ടിയത് 5 അല്ലേ. രണ്ടിൽ നിന്ന് എന്ത് വേണം 5 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ 5 സെന്റിമീറ്റർ നീളത്തിൽ ഇങ്ങനെ അടുത്ത വര വരയ്ക്കുക. ഇനി അടുത്ത വാല്യൂ എക്സിന്റെ വാല്യൂ എത്രയാണ് 3 അല്ലേ. 3ന് എത്രയാണ് 3ന് പി ഓഫ് എക്സ് നമുക്ക് കിട്ടിയത് 7. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്ത് വേണം 7 സെന്റിമീറ്ററിൽ ഇങ്ങനെ അടുത്ത ലൈൻ വരയ്ക്കുക. പക്ഷേ ഇവിടെ നോക്കിയാൽ എൻ്റെ ലൈൻ കുറച്ചും കൂടി ഇങ്ങോട്ട് പോകണം. ഇതിൻ്റെ അറ്റം എവിടെ വരാം ഏറെക്കുറെ ഈ ഭാഗത്താണ് വരാം. മനസ്സിലായില്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതിയത് കൊണ്ട് ഞാൻ തൽക്കാലം അത് വരയ്ക്കുന്നില്ല. നോക്കി നമ്മൾ 0, 1, 2, 3 എന്ന വാല്യൂകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നെഗറ്റീവ് വാല്യൂകൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നെഗറ്റീവ് വാല്യൂ ഒന്ന് കൊടുത്തു നോക്കുക. ഇതിൽ ഇനി നമുക്ക് പി ഓഫ് -1 എത്ര വരും = 2 × -1 + 1 അല്ലേ. അപ്പോൾ 2 × -1 -2 -2 + 1 -1. ഇനി പി ഓഫ് -2 കൊടുത്താലോ 2 × -1 2 × -2 + 1 2 × -2 -4 -4 + 1 -3. ഇനി ഓരോ കൂടി കണ്ടു നോക്കാം. പി ഓഫ് -3 = 2 × -3 + 1 = 3 × 2 6 -6ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ -5. അപ്പോൾ നമുക്കൊരു പണിക്കാം. ഈ ടേബിൾ ഒന്നും കൂടി നമുക്ക് ഇങ്ങോട്ട് നീട്ടിയിട്ട് ആ നെഗറ്റീവ് വാല്യൂ കൂടി ഇതിൽ എഴുതാം. അപ്പോൾ ഞാൻ വേറെ കുറച്ചും കൂടി കളിയും കൂടി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം നമുക്കിവിടെ എക്സ് ഇത് പി ഓഫ് എക്സ് -1 കൊടുത്തപ്പോൾ -1 തന്നെ കിട്ടി അല്ലേ. -1 കൊടുത്തപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് -1 തന്നെ കിട്ടി. -2 കൊടുത്തപ്പോൾ -3 കിട്ടി. -2 കൊടുത്തപ്പോൾ -3 കിട്ടി. -3 കൊടുത്തപ്പോൾ -5 കിട്ടി. -3 കൊടുത്തപ്പോൾ -5 കിട്ടി. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിൽ അടയാളപ്പെടുത്തണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ 0 ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലതുഭാഗത്തേക്കാണ് നമ്മൾ പോസിറ്റീവ് കൊടുത്തത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ 0യുടെ ഇടത് ഭാഗത്തേക്ക് നമുക്ക് ഈ കൊടുത്ത വാല്യൂകളൊക്കെ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ 0 -1 ഇത് -2 ഇവിടെ നമുക്ക് -3 ഇവിടെ നമുക്ക് -4 അങ്ങനെ പോകും. ഇനി -1 കൊടുത്തപ്പോൾ എക്സിന് അല്ലേ -1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി -1 കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിന് നമ്മൾ എക്സിന് -1 കൊടുത്തപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ് -1 അല്ലേ. പോസിറ്റീവ് നമുക്ക് മുകളിലേക്കാണ് നമ്മുടെ പോസിറ്റീവ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇതെന്താണ് നെഗറ്റീവ് വാല്യൂ ആണ് ഇട്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പോസിറ്റീവ് മുകളിലേക്ക് കൊടുത്തതുകൊണ്ട് നെഗറ്റീവ് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഇതേ തുല്യ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യാം -1 കൊടുത്തപ്പോൾ നമുക്ക് -1 കിട്ടി. അപ്പോൾ നമ്മളിവിടെ 1 സെൻറ്റിമീറ്ററിന് ഇങ്ങോട്ട് വരയ്ക്കുക, അടിയിലേക്ക് വരയ്ക്കുക. അത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അടിയിലേക്ക് വരയ്ക്കുന്നു. ക്ലിയർ ആയില്ലേ. അതേപോലെ ഇവിടെ -2 എന്ത് ചെയ്യാം -3 അപ്പോൾ -2 -3 അപ്പോൾ -3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. അതേപോലെ 3 സെൻറ്റിമീറ്റർ -3ന് -5 അപ്പോൾ ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ അത് നമുക്ക് വരച്ച് നോക്കാം. ഇപ്പോൾ ഞാനതാ നമുക്ക് നമ്മുടെ വാല്യൂ അനുസരിച്ച് ഇപ്പോൾ നോക്കിയാൽ -3 -5 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് അതേപോലെ ഇങ്ങോട്ട് അടിയിലേക്ക് വരച്ചു. ഇനി നമ്മൾ ഈ വരച്ചതിൻ്റെ ഈ അറ്റത്തെ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ അറ്റത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു ഇവിടെ ഇതിൻ്റെ അറ്റത്തെ പോയിന്റ് ഇവിടെ ആണ് അല്ലേ, ഞാൻ വരച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്കിത് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ കിട്ടി, ഇതിൻ്റെ അറ്റം ഇവിടെ, ഈ ലൈൻ്റെ അറ്റം ഇവിടെ, ഇത്. ഇനി ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ ഈ പോയിന്റുകൾ നോക്കിയാൽ ഞാനിവിടെ കൂട്ടി യോജിപ്പിക്കാൻ പോണ്. യോജിപ്പിച്ചു. ഇപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകും അല്ലേ, ഇവിടെ മുട്ടും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അതായത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 1 എന്ന പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് നാം ഇപ്പോൾ വരച്ചത്. നമുക്കിവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1 എന്ന പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. മനസ്സിലായോ. ഇതെന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ, അതായത് ഒന്നാം കൃതിയിലുള്ള പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്തായിരിക്കും കിട്ടുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതൊരു ഒന്നാം കൃതി പോളിനോമിയൽ ആയിരിക്കും. ഇനി നമ്മൾ സാധാരണ ഇതേ രൂപത്തിലുള്ള വരയ്ക്ക് നമ്മൾ എന്താണ് ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കുക. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതേപോലെ ഇങ്ങനെ ലൈനുകളൊന്നും വരയ്ക്കില്ല. നാം എന്ത് ചെയ്യും ഇപ്പോൾ ഒന്നിന് വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി 3 കിട്ടി അല്ലേ. അപ്പോൾ ഈ പോയിന്റ് മാത്രം അടയാളപ്പെടുത്തും. ഇപ്പോൾ 2ന് എത്ര കിട്ടി 5. അപ്പോൾ നമ്മൾ ഈ പോയിന്റുകൾ മാത്രമേ അടയാളപ്പെടുത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ആ പോയിന്റുകൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കും.
അപ്പോൾ നമുക്ക് ഈ ലൈനുകൾ എന്ത് ചെയ്യും, ഈ ലൈനുകളൊന്നും നമ്മൾ സാധാരണ വരയ്ക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാമെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് പേപ്പർ അല്ലേ, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഗ്രാഫ് ബുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഏറെക്കുറെ നമ്മുടെ നടുവിലുള്ള ഈ ലൈനുകൾ, ഈ ലൈനിൽ നമ്മൾ നേരത്തെ അവിടെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കുക, അതിനുശേഷം ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x+1 അല്ലേ. ഇത് നമുക്ക് കിട്ടിയ വാല്യൂകൾ നമ്മളൊരു ടേബിളിൽ എഴുതി. ഇനി നോക്കിയാൽ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പോസിറ്റീവ് 1 2 3 4 അങ്ങനെ എഴുതി, ഇവിടെ -1 -2 അങ്ങനെ, ഇവിടെ 1 2 3 4, ഇങ്ങോട്ടാണെങ്കിൽ -1 -2 അതേ രൂപത്തിൽ എഴുതി. ഇനി നമുക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 0 കൊടുത്തപ്പോൾ ഏതാ കിട്ടിയത്, 1 അല്ലേ. അപ്പോൾ ഇവിടെ ഇതിലാണ് എക്സ്, ഇതാണ് നമ്മൾ 0 എടുക്കേണ്ടത്. ഇതിലെ 0 ഏതാണ്, 0 അല്ലേ. ഇവിടെയാണ് 0ക്ക് നമുക്ക് കിട്ടിയ എന്താണ്, 1 അല്ലേ. 1 പോസിറ്റീവ് 1, അപ്പോൾ പോസിറ്റീവ് 1 മുകളിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 0ക്ക് 1, അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ഇനി അടുത്ത് നോക്കിയാൽ 1 എത്രയാണ് വാല്യൂ കിട്ടിയത്, പി ഓഫ് എക്സ് 3 കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതാണ് പോസിറ്റീവ് 1, അതിന് വാല്യൂ 3, അപ്പോൾ 1 2 ഇതിൻ്റെ 3. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഇനി 2 കൊടുത്തപ്പോഴോ 5, അപ്പോൾ 2 5 മുകളിലേക്ക് പോകുന്നു, 5. ഇനി 3 കൊടുത്തപ്പോഴോ 7, 3 7 ഈ പോയിന്റ്. ഇനി അടുത്ത് നോക്കിയാൽ -1 കൊടുത്തപ്പോൾ -1 അല്ലേ. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇവിടെ -1 എവിടെയാണ്, -1 അത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ -1. അപ്പോൾ ഇങ്ങോട്ട് പോയത് -1 അടിയിലാണ് അല്ലേ. അപ്പോൾ -1 -1 ഈ പോയിന്റ്. ഇനി -2 -3, -2 -3 ഇവിടെ, അപ്പോൾ ഈ പോയിന്റ്. ഇനി അടുത്ത് നോക്കിയാൽ -3 -5, -3 -5 ഇവിടെ -5 അല്ലേ. അപ്പോൾ ഈ പോയിന്റ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എല്ലാ പോയിന്റുകളും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക, അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഞാനിത് സ്കെയിൽ വെച്ചിട്ട് നോക്കിയാൽ നമ്മുടെ എല്ലാ പോയിന്റുകളും അല്ലേ കറക്റ്റ് ലൈനിലാണ് വരുന്നത് നോക്കിയാൽ അല്ലേ. അപ്പോൾ ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഗ്രാഫ് കിട്ടി. ഇത് ഏതിൻ്റെ ഗ്രാഫാണ്, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x+1. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഇങ്ങോട്ട് നീങ്ങിക്കെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നീങ്ങിക്കെടുക്കില്ല. അതായത് ഒന്നുകിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് തെറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ടേബിൾ നമ്മൾ കൂട്ടിയത് തെറ്റിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഒരു ഒന്നാകൃതി പോളിനോമിയലിൻ്റെ, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടോ എവിടേക്ക് വേണമെങ്കിലും ആവാം, പക്ഷെ അതെന്തായിരിക്കും, അതെങ്ങോട്ട് നീങ്ങിയാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 216 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചോദ്യം, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x-1 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ സാമ്പിൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ 0 1 2 അങ്ങനെയുള്ള വിലകൾ കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക എന്ന് ഉറപ്പാണ് അല്ലേ. അതായത് പി ഓഫ് എക്സ് ഈസ് 2x+1 ഇതെന്താണ്, ഒന്നാകൃതിയിലുള്ള പോളിനോമിയലാണ്. അപ്പോൾ ഒന്നാകൃതിയിലുള്ള പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് വരക്കുമ്പോൾ കിട്ടുന്ന ഈ ഗ്രാഫ് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ നമുക്ക് എത്ര പോയിന്റ് മതി, ശരിക്കും 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു പണിയാം, ഒരു 3 4 വാല്യൂകൾ കൊടുത്താൽ മതി, കൂടുതൽ വാല്യൂകൾ കൊടുക്കണ്ട. ആയി നമുക്ക് 0 കൊടുത്തു നോക്കാം. പി ഓഫ് 0 സീക്വൽ ടു എന്ത് വരും, 2 × 0 - 1 അല്ലേ. അപ്പോൾ 2 × 0 0 0 - 1 -1. ഇനി നമുക്ക് പി ഓഫ് 1 കൊടുക്കാം, സീക്വൽ ടു 2 × 1 - 1 അല്ലേ. അപ്പോൾ 2 × 1 2 2 - 1 1. ഇനി പി ഓഫ് 2 കൊടുത്തു, അപ്പോൾ എന്ത് വരും, 2 × 2 - 1 അല്ലേ. അപ്പോൾ 2 × 2 4 4 - 1 3. ഒരു നെഗറ്റീവ് വാല്യൂ കൂടി കൊടുത്തു നോക്കാം. അപ്പോൾ പി ഓഫ് -1 സീക്വൽ ടു 2 × -1 - 1. 2 × -1 എന്ന് പറഞ്ഞാൽ -1 -2 -2 -1 അല്ലേ. അതായത് -3. ഇത്ര വാല്യൂ കൊടുത്താൽ മതി, 4 കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഒരു ടേബിളിൽ അതങ്ങോട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ്, പി ഓഫ് എക്സ് 0 കൊടുത്തപ്പോൾ -1 കിട്ടി അല്ലേ. അപ്പോൾ 0 കൊടുത്തപ്പോൾ നമുക്ക് -1 കിട്ടി. പിന്നെ 1 കൊടുത്തപ്പോൾ 1 തന്നെ കിട്ടി. 2 കൊടുത്തപ്പോൾ 3 കിട്ടി. -3 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി,
-3 കിട്ടി. സോറി, -3 അല്ല, -1 കൊടുത്തപ്പോൾ നമുക്ക് -3 കിട്ടി. ഇനി നമുക്കൊരു പണിയാം, ഈ ഗ്രാഫിൽ തന്നെ വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ പോയിന്റുകൾ നോക്കിയാൽ 0 കൊടുത്തപ്പോൾ -1 അല്ലേ. ഇവിടെ നോക്കിയാൽ 0 കൊടുത്തപ്പോൾ -1. അപ്പോൾ മുകളിലേക്കല്ല പോകേണ്ടത്, -1 അടിയിലേക്ക്. അപ്പോൾ ഈ പോയിന്റ്. ഇനി 1 കൊടുത്തപ്പോൾ 1, P(x) 1 കിട്ടി. അപ്പോൾ ദേ ഇവിടെ 1, അതിന് 1 തന്നെയാണ് അല്ലേ, +1. അപ്പോൾ എവിടെയാണ് വരിക? ഇതാണ് 1. അപ്പോൾ ഈ പോയിന്റ്. അടുത്തത് 2 കൊടുത്തപ്പോൾ 3 കിട്ടി. അപ്പോൾ 2 ഇവിടെ, 3 എവിടെയാണ്? ഇവിടെ അല്ലേ. അപ്പോൾ 2, 3. അപ്പോൾ ഈ പോയിന്റ്. ഇനി -1 കൊടുത്തപ്പോൾ -3 അല്ലേ. അപ്പോൾ -1 ആണ്. അപ്പോൾ -1 ഇവിടെ നോക്കിയാൽ -1 കൊടുത്തപ്പോൾ -3, അതായത് അടിയിലേക്കാണ് പോകേണ്ടത്. -3 ഇവിടെ അല്ലേ. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഈ പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ 4 പോയിന്റുകൾ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ 4 പോയിന്റുകളും ആ 4 പോയിന്റുകൾ തമ്മിൽ ഇതേ കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നു. കൂട്ടി യോജിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടി. അപ്പോൾ ഈ വരച്ചത് ഏതിൻ്റെ ഗ്രാഫാണ്? P(x) = 2x - 1 അല്ലേ. അപ്പോൾ P(x) = 2x - 1. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കിയാൽ 2x + 1ൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇത് 2x - 1ൻ്റെ ഗ്രാഫ്. അപ്പോൾ അത് വളരെ ഈസി അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പോളിനോമിയൽ P(x) = x - 1 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പതിവ് പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വാല്യൂകൾ കണ്ടുപിടിക്കാം. P(x)ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 0, P(0) = x-ന് 0 - 1 അല്ലേ. 0 - 1 = -1. ഇനി P(1) x-ന് 1 കൊടുക്കുക. 1 - 1. 1 - 1 എന്ന് പറഞ്ഞാൽ 0. ഇനി P(2) = x 2 - 1 = 1. ഇനി വേണമെങ്കിൽ നെഗറ്റീവ് വാല്യൂ കൊടുക്കാം. P(-1). അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും 2 വാല്യൂ മതി അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ 2 വാല്യൂ മതി. നമ്മളൊന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വാല്യൂകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ -1 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? x-ന് -1 - 1 അല്ലേ. -1 - 1 -2. അപ്പോൾ ഈ കിട്ടിയ വാല്യൂകൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ടേബിളിൽ ഇവിടെ വരച്ചെഴുതാം. അപ്പോൾ ഞാൻ നോക്കി ഒരു ടേബിൾ വരച്ചിട്ട് അതിൽ നമുക്ക് കൊടുത്ത വാല്യൂ 0 കൊടുത്തപ്പോൾ -1, 1 കൊടുത്തപ്പോൾ 0, 2ന് 1, -1ന് -2 അതൊന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഏറെക്കുറെ സെൻറ്റർ അല്ലേ. ഈ ലൈനിൽ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയാൽ ഗ്രാഫിൽ ഇത് രൂപത്തിൽ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ പോയിന്റുകൾ നോക്കിയാൽ 0 അല്ലേ. 0 കൊടുത്തപ്പോൾ P(x) എത്ര കിട്ടി? -1. അപ്പോൾ x-ന് 0, -1 ആണ്. അപ്പോൾ അടിയിലേക്ക് -1 ഈ പോയിന്റ്. ഇനി അടുത്ത നോക്കിയാൽ 1ന് 0 അല്ലേ. അപ്പോൾ 1 ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് നോക്കിയാൽ 1നാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. ഇവിടെ എത്രയാണ്? P(x) എത്ര കിട്ടിയത്? 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലൈനിൽ 0 എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ 1ഉം 0ഉം തമ്മിൽ കൂടി മുട്ടുന്ന പോയിന്റ് ഏതാണ്? ഇത്. തെറ്റിക്കരുത്. 1, 0 വേണ്ട. ഇതിൽ 0 ഇവിടെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടി മുട്ടുന്ന പോയിന്റ് ഇത്. ഇനിയോ 2ന് 1, P(x) 1 അല്ലേ. അപ്പോൾ 2 ഇവിടെ. അപ്പോൾ 1 ആണ് ഈ പോയിന്റ്. 2, 1 ഈ പോയിന്റ്. ഇനി -1ന് -2 അല്ലേ. അപ്പോൾ -1 എടുക്കുക. -1 എവിടെയാണ്? ഇവിടെ -1. -2 എന്ന് പറഞ്ഞാൽ താഴെയാണ് അല്ലേ, ഇവിടെ. അപ്പോൾ -1ഉം -2ഉം കൂടി മുട്ടുന്ന പോയിന്റ് ഇവിടെ. അപ്പോൾ നമുക്ക് 4 പോയിന്റുകൾ കിട്ടി. ഇനി ഇത് തമ്മിൽ കൂട്ടി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ 4 പോയിന്റുകൾ ഇവ തമ്മിൽ ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി അല്ലേ. അപ്പോൾ ഇത് ഏതിൻ്റെ ഗ്രാഫാണ്? P(x) = x - 1. ഇനി അടുത്ത ചോദ്യം എന്താണ്? P(x) = 1 - x അല്ലേ. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? P(0) കുറച്ച് വാല്യൂകളുണ്ട്. 2 or 3 വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ P(0) = എന്ത് വരും? 1 - x. അപ്പോൾ 1 - 0. 1 - 0 1. ഇനി അടുത്തത് P(1) = 1 - x-ന് 1, അതായത് 0. ഇനി P(2) = എന്ത് വരും? 1 - 2, അതായത് -1. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഞാൻ ഈ കള്ളി വരച്ച് നോക്കിയാൽ 0ക്ക് 1, 1ന് 0, 2ന് -1 അല്ലേ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഈ പോയിന്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം.
അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ എക്സിൽ 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 1 അല്ലേ. അപ്പോൾ എക്സിൽ 0 ഇതാണ് പോയിന്റ് അല്ലേ. എക്സിൽ 0 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എക്സ് 1 ആണ് കിട്ടുന്നത്. 1 എവിടെയാണ്? 1 ഇവിടെയാണ് അല്ലേ. ഈ 0ഉം 1ഉം കൂടി മുട്ടുന്ന പോയിന്റ് ഇവിടെ. അപ്പോൾ ഈ പോയിന്റ്. ഇനി അടുത്തത് 1 കൊടുക്കുമ്പോൾ 0, ഇവിടെ നോക്കിയാൽ 1, ഇതാണ് 1 അല്ലേ. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? അപ്പോൾ ഇവിടെ എക്സിന് 1 നോക്കിയാൽ, പിന്നെ വൈക്ക് 0 അല്ലേ. അപ്പോൾ ഏതാണ് പോയിന്റ്? ഈ പോയിന്റ്. ഇനി അടുത്തത് 2 കൊടുത്തപ്പോൾ എന്ത് വന്നു? -1 വന്നു അല്ലേ. അപ്പോൾ എക്സിന് 2, വൈക്ക് -1, ഇവിടെയാണ് -1. അപ്പോൾ 2ഉം -1, ഈ പോയിന്റ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് 3 പോയിന്റ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം? ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ അതെ ഈ 3 പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചു. ഇപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടി അല്ലേ. അപ്പോൾ ഇതെന്തിൻ്റെ ഗ്രാഫാണ്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. നമ്മുടെ 4ാമത്തെ ചോദ്യം നോക്കിയേ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് 0 എന്ത് വരും? നമുക്കെന്ത് ചെയ്യാം? എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക അല്ലേ. അപ്പോൾ എക്സിന് പകരം 0. ഇനി പി ഓഫ് 1 എന്ത് വരും? 1 തന്നെ അല്ലേ. എക്സ് തന്നെയാണ്, അതുകൊണ്ട് 1. ഇനി പി ഓഫ് 2 സീക്വൽ എന്ത് വരും? 2 തന്നെ. ഇനി പി ഓഫ് -1 കാണുകയാണെങ്കിലോ -1 തന്നെ. അപ്പോൾ ഇത് നമ്മളൊരു ടേബിളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പി ഇവിടെ എക്സ്, ഇത് പി ഓഫ് എക്സ്. എക്സിന് 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 0, 1 കൊടുത്തപ്പോൾ 1, 2 കൊടുത്തപ്പോൾ 2 തന്നെ വാല്യൂ, -1 കൊടുത്തപ്പോൾ -1 തന്നെ. ഇനി നമുക്കിതൊന്ന് ഗ്രാഫിൽ മാർക്ക് ചെയ്യാം. ഈ പോയിന്റുകൾ 0 കൊടുത്തപ്പോൾ 0 തന്നെ അല്ലേ. അപ്പോൾ എക്സിൽ 0, വൈയിലും 0, അപ്പോൾ ഈ പോയിന്റ് തന്നെ. ഇനി നോക്കിയാൽ 1ന് 1 അല്ലേ. 1 ഇവിടെ 1, ഇവിടെ +1 അല്ലേ. അപ്പോൾ 1ഉം 1ഉം ഈ പോയിന്റ്. ഇനി അടുത്ത് 2ന് 2, അപ്പോൾ ഇവിടെ 2, അടുത്ത 2 ഇവിടെ അല്ലേ. അപ്പോൾ 2ഉം 2ഉം ഈ പോയിന്റ്. ഇനി -1 -1 അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ -1, ആദ്യം ഇവിടെ -1 നോക്കാം, -1. ഇനി ഇതിൽ -1 എവിടെയാണ്? ഇവിടെ അല്ലേ. അപ്പോൾ ഈ 2 പോയിന്റും മുട്ടുന്നത് ഇവിടെ. ഇനി നമുക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയേ. യോജിപ്പിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അപ്പോൾ ഈ ഗ്രാഫ് ഏതാണ്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഇനി അതിൽ 5ാമത്തെ ഏതാണെന്ന് നോക്കിയേ. 5ാമത്തത് പി ഓഫ് എക്സ് ഈക്വൽ ടു -x. അപ്പോൾ നമുക്കിവിടെ എക്സിന് വാല്യൂകൾ കൊടുക്കാം. പി ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്താണ്? -x അല്ലേ. അപ്പോൾ -0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെ. ഇനി നമുക്ക് അടുത്ത വാല്യൂ എടുത്ത് നോക്കാം. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? -x. അപ്പോൾ എന്തുവാണ്? -1. ഇനി പി ഓഫ് 2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ആണ്. അപ്പോൾ അതിൻ്റെ -x ആണ്. അപ്പോൾ -2. അപ്പോൾ നമുക്ക് 3 പോയിന്റ് മതി. നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്നും കൂടി എഴുതിക്കോ. പി ഓഫ് -1 എന്ത് വരും? ഈക്വൽ ടു -x ആണ് അല്ലേ. അപ്പോൾ ഈ വാല്യൂ -1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1, അപ്പോൾ -1 വരും അല്ലേ. അതായത് +1. നമ്മൾ എക്സിന് 0 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ 0 തന്നെ. 1 കൊടുത്തപ്പോൾ -1, 2 കൊടുത്തപ്പോൾ -2, -1 കൊടുത്തപ്പോൾ +1. ഇനി നമുക്കത് എന്ത് ചെയ്യാം? ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ 0 കൊടുത്തപ്പോൾ 0 അല്ലേ. അപ്പോൾ ഈ പോയിന്റ് തന്നെ 0, 0 ഈ പോയിന്റ്. ഇനിയോ +1ന് -1, +1 ഇവിടെ, -1 അടിയിൽ. അപ്പോൾ ഇവ തമ്മിൽ കൂടി ചേർന്ന പോയിന്റ് ഏതാണ്? ഇത് അല്ലേ. അപ്പോൾ ഇത്. ഇനി 2, -2, 2 ഇവിടെ, -2 ഇവിടെ. അപ്പോൾ 2, -2 ഈ പോയിന്റ്. ഇനി -1ന് 1 അല്ലേ. അപ്പോൾ -1 എവിടെയാണ്? -1 ഇവിടെ. ഇവിടത്തെ നമുക്ക് കിട്ടിയത് +1 ഇവിടെയാണ് അല്ലേ. അപ്പോൾ -1, +1 ഈ പോയിന്റ്. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഈ ഗ്രാഫ് ഏതിൻ്റെയാണ്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -x. എപ്പോഴും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഉടനടി എഴുതിക്കുക എന്താണിത്? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, 1ാം കൃതിയിലുള്ള പോളിനോമിയലാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? ഞാനിവിടെ പോളിനോമിയൽ എഴുതാൻ പോണ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x+1. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഇതേപോലെ ഒന്ന് വരച്ച് നോക്കാം.